ഗോഡ് ഫിയറിംഗ്, ദൈവഭയം എന്നാണ് എല്ലാവരും പറയുന്നത്. ഭയമാണ് ദൈവത്തിന്. അതായത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ താല്പര്യമില്ല. സാറ് പേടിക്കാതിരി. ഒന്ന് പകച്ചുപോയാൽ പിന്നെ മനുഷ്യന് 10 വയസ്സേക്ക് കൊള്ളത്തില്ല. അതാണോ മരിക്കാൻ ആർക്കും താല്പര്യമില്ലല്ലോ. മരിച്ച പോകുന്നത് ദൈവത്തിന്റെ അടുത്തേക്കല്ലേ, ഇഷ്ടം ദൈവത്തിന്റെ അടുത്തേക്ക്. മരിക്കാതിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്ന കാര്യം. അപ്പൊ ദൈവത്തിന് ഇഷ്ടമല്ല. അല്ല, പേടിയല്ല, ഒരു ഭയം. ഭയം. ദൈവസങ്കല്പം എങ്ങനെയാണ്, അല്ലെങ്കിൽ ദൈവം എന്താണ്? ആക്ച്വലി നമ്മൾ മനുഷ്യരായിരിക്കുന്നത് കൊണ്ടും ഈ രൂപത്തിൽ ഇരിക്കുന്നതുകൊണ്ടും ദൈവത്തിന് മനുഷ്യന്റെ രൂപം അല്ലേ? അതെ. ശരിക്കും ആ രൂപത്തിലായിരിക്കുമോ ദൈവം? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. നമ്മളിപ്പോ ഉറുമ്പായിരുന്നെങ്കിൽ ദൈവത്തിന്റെ രൂപം ഉറുമ്പായനെ. നമ്മളിപ്പോ ആനയാണെങ്കിൽ ദൈവത്തിന്റെ രൂപം ആനയായിരുന്നേനെ അല്ലേ? ഞാനത് ചോദിക്കരുതായിരുന്നു. നമ്മളുടെ ഇപ്പൊ ഏത് രൂപത്തിലാണോ അഹം ഞാൻ, ആ രൂപത്തിൽ തന്നെയാണ് ദൈവം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആക്ച്വലി ദൈവവിശ്വാസികളാണോ? ചേട്ടൻ ദൈവവിശ്വാസിയാണോ? ഈ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിനോടുള്ള വിശ്വാസമാണോ സ്നേഹമാണോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ദൈവത്തിനെ ദൈവഭയം സ്നേഹിക്കുന്നുണ്ടോ? എന്നാണ് പറയാറ് സാധാരണ. ഗോഡ് ഫിയറിംഗ്, ദൈവഭയം എന്നാണ് എല്ലാവരും പറയുന്നത്. ഭയമാണ് ദൈവത്തിന്. അതായത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ താല്പര്യമില്ല. അതാണോ? ഇല്ല, ദൈവത്തിനടുത്തേക്ക് പോകാൻ മരിക്കാൻ ആർക്കും താല്പര്യമില്ലല്ലോ. മരിച്ച പോകുന്നത് ദൈവത്തിന്റെ അടുത്തേക്കല്ലേ, ഇഷ്ടം ദൈവത്തിന്റെ അടുത്തേക്ക്. മരിക്കാതിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്ന കാര്യം. അപ്പൊ ദൈവത്തിന് ഇഷ്ടമല്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നമ്മുടെ നാട്ടിലെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവഭയത്തിൽ നിന്നുണ്ടായതും ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തതുമാണ് അല്ലെ? ആന്റിവിള പറഞ്ഞവനോട് ഞാൻ യോജിക്കുന്നില്ല, പക്ഷെ കൊട്ടാരക്കര പറഞ്ഞവനോട് ഞാൻ ചെറിയൊരു യോജിപ്പ് പറയുന്നു. എന്ത് യോജിപ്പ്? നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്കോ സാമീപ്യത്തിലേക്കോ എത്താനല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ ഒരു മതങ്ങളും പഠിപ്പിക്കുന്നില്ല. നന്നായി ജീവിച്ചാൽ കുറെ കാലം ഇവിടെ ജീവിക്കാം പഠിക്കണം. അപ്പൊ മോശമായിട്ട് ജീവിക്കുന്ന കുറച്ച് ഞങ്ങളെ പോലുള്ളവരല്ലേ ദൈവത്തിനെ ശരിക്കും സ്നേഹിക്കുന്നവര്. ആണോ അതിന് ഷൈൻ ടോ? മോശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മോശം, എനിക്കങ്ങനെ തോന്നിയില്ല. അപ്പൊ പിന്നെ എന്താ പ്രശ്നത്തില് എല്ലാ കേസും സോൾവ്. എനിക്കങ്ങനെ നിങ്ങളത് വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഓക്കെ.